نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قال رب بما أغويتني لأزينن لهم في الأرض ولأغوينهم أجمعين ബഹുമാനിയായ സത്യവിശ്വാസികളെ വിശ്വാസം അള്ളാഹുവിനെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. മനുഷ്യന്റെ മുഖ്യ ശത്രു പിശാചാണ് എന്ന കാര്യത്തിൽ വിശ്വാസികൾക്ക് യാതൊരു തർക്കവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഏത് കെണിയിൽ നമ്മൾ പെട്ടാലും പിശാചിന്റെ കെണിയിൽ പെടാതെ സൂക്ഷിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ പ്രഥമമായ ദൗത്യം. പിശാച് ഒന്നുകിൽ മനുഷ്യനെ ദീനിലുള്ളത് ചെയ്യാൻ സമ്മതിക്കില്ല. നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും, ഫർളുണ്ടാവും, അതുപോലെ ഐച്ഛികമായ പുണ്യകർമ്മങ്ങളിൽ സുന്നത്തായ കാര്യങ്ങളുണ്ടാവും. അതൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ വിടില്ല, സമ്മതിക്കില്ല. അതിന് ദുർന്യായങ്ങൾ ഉണ്ടാക്കി അതിൽ നിന്ന് നമ്മളെ പിറകോട്ട് കൊണ്ടുപോകും. അതല്ല എങ്കിൽ ദീനിലില്ലാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്യും. രണ്ടായാലും പിശാചിന് അവന്റെ ലക്ഷ്യം നേടും. നമ്മൾ നന്മകൾ ചെയ്യാതിരുന്നാൽ, നിർബന്ധങ്ങൾ ചെയ്യാതിരുന്നാൽ നമുക്കതിനുള്ള ശിക്ഷ കിട്ടും. എന്നാൽ അതിനു പകരം മനുഷ്യൻ അതിന്റെ ശഹ്വത്ത് തീരാൻ വേണ്ടി മതത്തിലില്ലാത്തത് അഥവാ വിദഗ്ധായ കാര്യങ്ങൾ അത് വലിയ ആവേശത്തോടു കൂടി മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും. അതും പിശാചിന്റെ ലക്ഷ്യം നേടാൻ കാരണമാവുകയാണ്. യഥാർത്ഥത്തില് ഇക്കാര്യത്തിൽ നല്ലൊരു ഉദാഹരണമാണ് ഇപ്പൊ നമ്മൾ നിലകൊള്ളുന്ന ശഅബാൻ മാസം എന്ന് പറയുന്നത്. അതായത് ശഅബാൻ മാസത്തിൽ ഒന്നുകിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ശഅബാൻ മാസത്തിന്റെ പ്രസക്തിയെ നമ്മളിൽ നിന്ന് പിശാച് മറപ്പിക്കും. അതിന് കാരണം എന്താ വെച്ചാൽ ശഅബാൻ മാസം മനുഷ്യന്മാര് പ്രത്യേകിച്ച് അശ്രദ്ധമാകാൻ സാധ്യതയുള്ള ഒരു മാസമാണ് എന്നാണ്. അതിന്റെ തൊട്ട് മുമ്പുള്ള മാസം റജബാണ്. റജബ് എന്ന് പറയുന്നത് പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളിൽ ഒരു മാസമാണ്. യുദ്ധം ഹറാമാക്കപ്പെട്ട വിശുദ്ധമാക്കപ്പെട്ട മാസമാണ്. അതുകൊണ്ട് ആ റജബിന് ഒരു പ്രത്യേക ശ്രദ്ധ വിശ്വാസികൾക്ക് വരും. അതേപോലെ തന്നെ തൊട്ട് കഴിഞ്ഞാൽ അതിന്റെ ശഅബാൻ കഴിഞ്ഞാൽ തൊട്ട് വരാൻ പോകുന്നത് ഇനി റമദാനാണ്. റമദാൻ വലിയ പുണ്യമുള്ള മാസമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആ റമദാനും ഓർമ്മ ഉണ്ടാവും, റജബും ഓർമ്മ ഉണ്ടാവും. അതിന്റെ ഇടയിലുള്ള ഈ ശഅബാൻ എന്ത് ചെയ്യൂല, പലപ്പോഴും ശ്രദ്ധയില്ലാതെ പോകും എന്നതാണ് അതിന്റെ ഒരു കാരണം. അതുകൊണ്ട് ശഅബാനിന്റെ പുണ്യം എന്താണ് എന്ന് അറിയുക എന്നത് കൂടി വിശ്വാസികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അള്ളാഹുവിന്റെ അടുക്കലേക്ക് നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസം കൂടിയാണ് ശഅബാൻ മാസം എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അൻ ഉസാമത്തു ബിൻ സെയ്ദ് ഖാല ഖുൽതു യാ റസൂലല്ലാഹ്, ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ലം അറക തസൂമു ശഹ്റൻ മിന അശ്ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ,
അല്ല പ്രവാചകരെ, നിങ്ങൾ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് നോൽക്കാറുള്ളത് ശഅബാൻ മാസത്തിലായിട്ടാണല്ലോ ഞാൻ കണ്ടിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ്? കാല അപ്പൊ അവിടുന്ന് പറഞ്ഞു, ദാലിക ശഹ്റുൻ, ആ മാസം എന്ന് പറയുന്നത് യഗ്ഫുലു നാസു അൻഹു ബൈന റജബിൻ വറമളാൻ, റമളാനിനും റജബിനും ഇടക്കാണ് ശഅബാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ ആ കാര്യത്തിൽ അശ്രദ്ധമാകാൻ സാധ്യതയുണ്ട്. വഹുവ ശഹ്റുൻ, ആ മാസം എന്ന് പറയുന്നത് തുർഫഉ ഫീഹിൽ അഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിലേക്ക് നമ്മുടെ കർമ്മങ്ങളെല്ലാം ഉയർത്തപ്പെടുന്ന മാസമാകുന്നു. ഫഉഹിബ്ബു, അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു, അയ്യുർഫഅ അമലി വഅന സ്വായിമുൻ, ഞാനൊരു നോമ്പുകാരനായിക്കൊണ്ട് എന്റെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയരണമെന്ന് ഞാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ശഅബാൻ മാസത്തിൽ മറ്റു മാസങ്ങളിൽ ഇല്ലാത്ത വിധം കൂടുതലായി ഞാൻ നോമ്പ് നോൽക്കുവാനുള്ള കാരണം എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് മറുപടി കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ശഅബാനില് ധാരാളമായി നോമ്പ് നോൽക്കുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് അതിലുള്ള ഒരു പുണ്യം. ആയിഷ ബീവി പറയുന്നുണ്ട്, വമാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ശഹരി ഖത്തു ഇല്ല റമളാൻ, റമളാൻ മാസത്തല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായി നോമ്പ് നോൽക്കാറില്ല. അതായത് മുഴുവൻ മാസത്തിലെ മുഴുവൻ ദിവസവും നോമ്പ് നോൽക്കാറുള്ളത് പ്രവാചകൻ റമളാനിലാണ്. എന്നാൽ വമാ റഅയ്തുഹു ഫീ ശഹരി അക്സറ മിൻഹു സിയാമൻ ഫീ ശഅബാൻ, റമളാൻ കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നത് ശഅബാൻ മാസത്തിലായിരുന്നു. എന്നാൽ ശഅബാൻ മുഴുവൻ നോൽക്കാറുണ്ടായിരുന്നില്ല. കാരണം മുഴുവൻ നോൽക്കാറുണ്ടായിരുന്നത് ഏതാണ്? റമദാൻ മാത്രമേ ഉള്ളൂ. എന്നാൽ റമദാൻ കഴിഞ്ഞാൽ കൂടുതൽ നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുന്നതായി ഞാൻ കണ്ടിട്ടുള്ളത് ശഅബാൻ മാസത്തിലാകുന്നു എന്ന് ആയിഷ ബീവിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസുകളിലും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ മാത്രവുമല്ല, ശഅബാൻ എന്ന് പറയുന്നത് റമദാനിലേക്കുള്ള ഒരു പ്രവേശന കവാടം കൂടിയാണ്. ഖാല അൽ ഇമാമു ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് ലമ്മാ കാന ശഅബാനു കൽ മുഖദ്ദമതി ലിറമളാൻ, ഇമാം ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, ശഅബാൻ മാസം എന്ന് പറയുന്നത് റമളാനിലേക്കുള്ള ഒരു മുഖദ്ദിമയാണ്, അതിലേക്കുള്ള ഒരു പ്രവേശികയാകുന്നു എന്ന് പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ച് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ശഅബാനിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട്, കഴിയുന്നത്ര നോമ്പ് വർദ്ധിപ്പിക്കുക എന്നത് ഈ ശഅബാനിൽ പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഒരു കാര്യമായിരുന്നു. പ്രത്യേകിച്ച് സഹോദരിമാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് കഴിഞ്ഞ റമദാനിൽ ഏതെങ്കിലും നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ അത് നോറ്റു വീട്ടേണ്ടുന്ന അവസാന മാസം കൂടിയാകുന്നു ഇത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആയിഷ ബീവി പറയാറുണ്ട്, തഖൂലു കാന യകൂനു അലയ്യ സ്വൗമു മിൻ റമദാൻ, റമദാനിൽ എനിക്ക് കടമുണ്ടായിരുന്ന നോമ്പുകൾ ഫമാ അസ്തതിഉ അൻ അഖ്ദി ഇല്ലാ ഫി ശഅബാൻ, ഞാൻ ശഅബാനിലല്ലാതെ നോക്കുമായിരുന്നില്ല. അപ്പൊ ശഅബാൻ മാസം ആയിഷ ബീവി തന്റെ നോമ്പുകൾ, നഷ്ടപ്പെട്ട നോമ്പുകൾ നോറ്റ് വീട്ടുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു ശഅബാൻ മാസം എന്നും ഹദീസുകളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് സഹോദരിമാര് ശ്രദ്ധിക്കുക, കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ട നോമ്പുകൾ അശ്രദ്ധയിലായി ഒരിക്കലും മറന്നു പോകരുത്. ഈ റമദാനിന് മുമ്പ് അത് നോറ്റ് വീട്ടുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഞാൻ പറഞ്ഞത് ശഅബാനിൽ അശ്രദ്ധമാകാൻ സാധ്യതയുള്ള നന്മകളെ പറ്റിയാണ്. അപ്പൊ അത് പിശാച് നമ്മളെ മറപ്പിക്കും. അപ്പൊ അത് മറക്കാൻ പാടില്ല. ഇനി രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ശഅബാനിൽ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇന്ന് സമുദായത്തെ കൊണ്ട് ശഅബാൻ മാസത്തിൽ ഒരു നിലക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതെന്താന്ന് പറയാം. എന്നിട്ട് നമ്മളോ നമ്മളെ കുടുംബത്തിലോ ആരെങ്കിലും ഈ ശഅബാൻ മാസത്തിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കാനുള്ള ജാഗ്രതയും വേണം. പഠിപ്പിക്കാത്തത് ചെയ്യാതിരിക്കുകയും പഠിപ്പിച്ചത് ചെയ്യുകയും ചെയ്യുന്നതിന്റെ പേരാണ് ദീൻ എന്ന് പറയുന്നത്. അതല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ വീട്ടിൽ കണ്ടതിനനുസരിച്ച്, നമ്മുടെ നാട്ടിൽ നാട്ടാചാരമായി കണ്ടതനുസരിച്ച് അങ്ങനെ അങ്ങ് ശഅബാൻ മാസത്തിൽ വീട്ടിൽ എന്തെല്ലാം നടക്കുന്നുവോ അതെല്ലാം ചെയ്യുന്നതിന്റെ പേരല്ല മതം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത്. മറിച്ച് പ്രമാണങ്ങളിൽ ഉള്ളത് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോ ശഅബാൻ 15 പ്രത്യേകമായ ഒരു നോമ്പും പ്രത്യേകമായ ഒരു നമസ്കാരവും ഉള്ളതായിട്ട് ഒരു ഹദീസ് ഇങ്ങനെ പ്രചരിപ്പിക്കാറുണ്ട്. ആ ഹദീസ് ഇങ്ങനെയാണ്, ഇദാ കാന ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ ഫഖൂമു ലൈലഹാ വസൂമു അൻഹാ വനഹറഹാ. അതായത്
നിസ്ഫ് ഷഅബാൻ, ഷഅബാനിന്റെ പകുതിയായാൽ അഥവാ 15 കഴിഞ്ഞാൽ ആ രാവിൽ നിങ്ങൾ നമസ്കരിച്ചു കൊള്ളുവീൻ, അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പ് നോറ്റുകൊള്ളുവീൻ എന്ന ഒരു ഹദീസ് സാധാരണ ഉദ്ധരിക്കാറുണ്ട്. എന്നാൽ ഷഅബാൻ 15 കുറിച്ച് ഹദീസിലുള്ളത് യഥാർത്ഥത്തിൽ അത് ശരിയല്ല. ആ പറഞ്ഞ ഹദീസ് എന്താണ്? ദുർബലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ നിങ്ങൾ, അൻ അബീ മൂസൽ അശ്അരിയു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഷഅബാൻ 15 കുറിച്ച് ഹദീസിൽ വന്നൊരു സംഗതി ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ഹദീസിൽ ഉള്ളത് ഏതാണ്, ഇല്ലാത്തത് ഏതാണെന്ന് മനസ്സിലാക്കണം. ഉള്ളത് ഏതാ? ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, ലയഖ്തലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാനിന്റെ ആ പകുതിയിലുള്ള രാവിൽ, ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി ഇല്ലാ ലിമുശ്രികിൻ ഔ മുശാഹിനിൻ, അല്ലാഹു എന്ത് ചെയ്യും? പൊറുത്തു കൊടുക്കും. പാപങ്ങളൊക്കെ ആ രാവിൽ അള്ളാഹു പൊറുത്തു കൊടുക്കും. ആർക്ക്? 2 കൂട്ടർക്കല്ലാത്തവർക്കൊക്കെ, 2 വിഭാഗം ആളുകൾക്കല്ലാത്തവർക്കൊക്കെ പാപങ്ങൾ പൊറുത്തു കൊടുക്കും എന്ന് ഹദീസിലുണ്ട്. ആ 2 വിഭാഗാരാ? ഒന്ന് മുശ്രിക്ക്, അഥവാ ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പൊറുത്തു കൊടുക്കുകയില്ല. ഔ മുശാഹിൻ, പിന്നെ മുശാഹിനായ ആള്. ആരാണ് മുശാഹിൻ എന്ന് പറഞ്ഞാൽ? ഇബ്നു അസീർ റഹ്മഹുല്ലാഹ് പറഞ്ഞു, അൽ മുശാഹിനു, മുശാഹിൻ എന്ന് പറഞ്ഞാൽ ഹുവ അൽ മആദി, ഉള്ളിൽ ശത്രുതയും പകയും വെച്ചുകൊണ്ട് നടക്കുന്നവരാരാണോ അവരാണ് മുശാഹിൻ എന്ന് പറയുന്നത്. അത്തരം ആളുകൾക്കും ആ ശഅബാനിന്റെ നിസ്ഫിൽ പകുതിയിൽ അള്ളാഹു ഒരിക്കലും തന്നെ പുറത്തു കൊടുക്കുകയില്ല. അല്ലാത്ത ആളുകൾക്ക് പുറത്തു കൊടുക്കും എന്നും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ എന്താ മനസ്സിലായത്? ശഅബാനിൽ ആ പകുതിയുടെ രാവിൽ അള്ളാഹു പാപങ്ങൾ പുറത്തു കൊടുക്കും 2 പേർക്ക് ഒഴികെ. അപ്പൊ അന്ന് നമ്മളിത് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. എങ്കിലേ ആ ദിവസം നമുക്ക് പാപങ്ങൾ പുറത്തു കിട്ടുള്ളൂ. രണ്ടാമത്, ആരുടെയെങ്കിലും ഉള്ളിൽ മറ്റാരോടെങ്കിലും ശത്രുതയും പകയും വെച്ച് നടക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പിച്ചോ, ജുമഴക്ക് വന്നിരുന്നത് കൊണ്ടോ നമസ്കരിച്ചത് കൊണ്ടോ നോമ്പ് നോറ്റത് കൊണ്ടോ അള്ളാഹു അന്ന് ആവശ്യമുണ്ടാവുകയില്ല. ആ ശത്രുതയും പകയും ഒഴിവാക്കിയേ പറ്റൂ. എങ്കിൽ മാത്രമേ നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയരുകയുള്ളൂ, അള്ളാഹു നമുക്ക് നമ്മുടെ പാപങ്ങൾ പുറത്തു തരികയുള്ളൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഇത് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ആ ഒരു രാവിലെ പ്രത്യേകമായൊരു നിസ്കാരവും അതുപോലെ തന്നെ അന്നത്തെ ദിവസം പ്രത്യേകമായൊരു നോമ്പും ഒരിക്കലും തന്നെ പഠിപ്പിച്ചിട്ടില്ല. ആ വിഷയത്തിൽ വന്നിരിക്കുന്ന ഹദീസ് ദുർബലമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് ആൾക്കാർ സാധാരണ പേര് വിളിക്കാറുള്ളത് ബറാത്ത് നോമ്പ് എന്നാണ്. ഈ ശഅബാൻ 15 നോമ്പിന് ബറാത്ത് നോമ്പ് എന്നാണ് സാധാരണ ആൾക്കാർ പറയാറുള്ളത്. അത് ഉറപ്പിച്ചു വെക്കുക, ബറാത്ത് നോമ്പ് ബിദ്അത്താണ്. അതൊരിക്കലും തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതാണ്. ഈ വിഷയത്തിൽ വന്ന ഹദീസ് കെട്ടിച്ചമച്ചതാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നോമ്പ് നിസ്കാരം രാത്രി ഉണ്ട് എന്ന് പറഞ്ഞ ഹദീസ് പറഞ്ഞില്ലേ, ആ ഹദീസ് കെട്ടിച്ചമച്ചതാണ്. അതല്ലെങ്കിൽ അത് ദഈഫാണ്, ദുർബലമാണ് എന്ന് നിരവധി ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഇബ്നുൽ ജൗസി റഹ്മഹുള്ളയുടെ കിതാബുൽ മൗദഅത്തിലും ആ കാര്യം നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഇമാം ബൈഹഖിയുടെ ശൗബുൽ ഈമാനിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം അബൂ ശാമ അശ്ശാഫിയുടെ അൽ ബാഇദു അലാ അൽ ഇൻകാരിൽ ബിദ്അ വൽ ഹവാദിസ് എന്ന ഗ്രന്ഥത്തിലുമൊക്കെ അവരെടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ ശഅബാൻ 15 ഈ ബറാത്ത് നോമ്പ് എന്ന് പറയുന്ന നോമ്പ് അതിന്റെ ആ വിഷയത്തിൽ വന്നിരിക്കുന്ന ഹദീസുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്, അതല്ലെങ്കിൽ ദുർബലമാണ് എന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ വീട്ടിൽ ആരെങ്കിലും ഇത് നിർവഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാ, ഇത് ഇസ്ലാമിൽ ഇല്ലാത്ത നോമ്പാണ്, അത് നോറ്റാൽ നന്മയല്ല, പുണ്യമല്ല, ഇല്ലാത്തത് ചെയ്താൽ കുറ്റമാണ്. കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, അത് ബിദ്അത്താണ്, അത് ളലാലത്താണ്, ളലാലത്ത് നരകത്തിലേക്കുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേസമയം ശഅബാൻ മാസത്തിന്റെ ഭൂരിഭാഗവും നോമ്പെടുക്കൽ പ്രവാചക ചര്യയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് രണ്ടും കൺഫ്യൂഷൻ ആകാൻ പാടില്ല. അതായത് ശഅബാൻ മാസത്തില് മിക്കവാറും ദിവസം നോമ്പെടുക്കുക എന്നത് പ്രവാചക ചര്യയാണ് ഒന്ന്. അതേപോലെ തന്നെ എല്ലാ ഹിജറ മാസത്തിലെയും 13, 14, 15 അയ്യാമുൽ ബീദ് എന്നാണ് ആ നോമ്പിന്റെ പേര്. അതെല്ലാ മാസത്തിലും ഉണ്ട്. അത് ഈ മാസം ശഅബാൻ മാസം മാത്രമല്ല, എല്ലാ മാസത്തിലും 13, 14, 15 പുണ്യമുള്ള ദിവസമാണ്. അതേപോലെ എല്ലാ ആഴ്ചയിലെയും തിങ്കൾ വ്യാഴം ദിവസം നോമ്പ് നോൽക്കൽ സുന്നത്തുള്ളതാണ്. അതും ശഅബാൻ മാസത്തിലെ തിങ്കളും വ്യാഴം എന്താണ്? പുണ്യമുള്ള ദിവസങ്ങളാണ്.
അതുപോലെ ദാവൂദ് നബിയുടെ നോമ്പ് എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒന്നിടവിട്ട നോമ്പ്. ദാവൂദ് നബി ഒന്നിടവിട്ട് നോമ്പ് നോക്കുമായിരുന്നു. ആ നോമ്പ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നോൽക്കാൻ വേണ്ടി നോൽക്കുമായിരുന്നു, കൽപ്പിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇസ്ലാമിലുള്ള നോമ്പാണ്. അപ്പൊ എന്ത് മനസ്സിലായി? അപ്പൊ ഈ ശഅബാൻ മാസത്തിൽ എന്തുണ്ടാവും? ഈ 3 ദിവസത്തെ നോമ്പുണ്ടാവും. ശഅബാൻ മാസത്തിലും ഈ ഒന്നിടവിട്ട് നോമ്പ് നോൽക്കുന്ന ആളുകൾക്ക് ആ നോമ്പ് നോൽക്കാം. അതേപോലെ തന്നെ ശഅബാൻ മാസത്തിലും തിങ്കൾ വ്യാഴം നോൽക്കുന്ന ആളുകൾക്ക് ആ നോമ്പ് നോൽക്കാം. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ശഅബാൻ മാസത്തിൽ ഭൂരിഭാഗവും നോമ്പ് നോൽക്കാൻ നിയ്യത്ത് വെച്ചുകൊണ്ട് ഒരാൾ നോമ്പ് നോൽക്കണമെങ്കിൽ ആ നോമ്പ് നോൽക്കാം. അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു നോമ്പ് 15 വന്നാൽ കുഴപ്പമില്ല. വിഷയം വേർതിരിച്ച് മനസ്സിലാക്കണം. ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു നോമ്പ് 15 വരാം. ശഅബാൻ 15 വരാം. ചിലപ്പോ 15 എന്ന് പറയുന്നത് വ്യാഴാഴ്ച ആയിരിക്കാം, അല്ലെങ്കിൽ തിങ്കളാഴ്ച ആയിരിക്കാം, അല്ലെങ്കിൽ അയ്യാമിൽ ബീദിന്റെ ദിവസമായിരിക്കാം, അല്ലെങ്കിൽ സാധാരണ ഒന്നിടവിട്ട് നോമ്പ് നോറ്റി വരുമ്പോ ആ ദിവസം അതിൽ പെട്ടേക്കാം. അങ്ങനെ നോൽക്കുന്നതിന് കുഴപ്പമില്ല. അത് ശരിക്കും വേർതിരിച്ച് മനസ്സിലാക്കണം. മറിച്ച് ഇപ്പൊ ആളുകൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ തിങ്കൾ നോമ്പില്ല, വ്യാഴം നോമ്പില്ല, 13, 14, 15 നോമ്പില്ല. ഇതിനെക്കുറിച്ചൊന്നും ഓർമ്മല്ല. നേരത്തെ പറഞ്ഞ ഒന്നിടവിട്ടുള്ള നോമ്പില്ല. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലുള്ള ശഅബാനിൽ ധാരാളമായി നോൽക്കുക എന്നുള്ള നിയ്യത്ത് വെച്ചുകൊണ്ടുള്ള നോമ്പില്ല. ഈ ഉള്ളതൊന്നുമില്ല. പിന്നെ ഉള്ളതാകുള്ളത് ഏതാ? 15 പ്രത്യേകമാക്കിക്കൊണ്ടുള്ള ഒരു നോമ്പ്. അത് ബറാത്ത് നോമ്പ് എന്ന് പറഞ്ഞാൽ അതെല്ലാവരും ഭയങ്കര സംഭവമാക്കി ആ നോമ്പ് നോക്കുക. അന്ന് നോമ്പില്ലാത്ത ആരെങ്കിലും ഒന്ന് ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്താ ഈ നോമ്പ് വെച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ അന്ന് നോമ്പ് വെൽക്കാത്ത ഒരു ഭയങ്കര കുറ്റക്കാരി. ഈ സമീപനത്തിലേക്ക് നമ്മൾ ആളുകൾ സമുദായം പോയിട്ടുണ്ട്. അപ്പോ യഥാർത്ഥത്തിൽ ആ നോമ്പ് നോൽക്കാത്ത വ്യക്തി ഈ പറഞ്ഞ നോമ്പുകളൊക്കെ നോൽക്കുന്നുണ്ടാവും. ഇയാൾ നോറ്റിയിലാറെ ശഅബാൻ മാസത്തിൽ നോമ്പ് വെച്ചിട്ടുണ്ടാവും, തിങ്കൾ നോറ്റിട്ടുണ്ടാവും, വ്യാഴം നോൽക്കുന്നുണ്ടാവും, 13 നോൽക്കുന്നുണ്ടാവും, 15 നോൽക്കുന്നുണ്ടാവും, ഇതൊക്കെ നോൽക്കുന്നുണ്ടാവും. എന്നാൽ ഈ ശഅബാൻ 15 നോക്കില്ല എന്നുള്ളത് കൊണ്ട് എന്താണ്? അതെന്തോ ഭയങ്കര അക്രമം എന്നുള്ളത്. അതല്ല അക്രമം. ശഅബാൻ മാസത്തിനെ പ്രത്യേകമാക്കുന്നതാണ് തെറ്റ്, അതാണ് കുറ്റം, അതാണ് ബിദ്അത്ത്, അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തത്. അതുകൊണ്ട് ദീനിലുള്ളതേതാണ്, ദീനിലില്ലാത്തതേതാണ്, സുന്നത്തേതാണ്, ബിദ്അത്തേതാണ്, പ്രവാചകൻ പഠിപ്പിച്ചതേതാണ്, പഠിപ്പിക്കാത്തതേതാണ് എന്ന് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ ഇബാദത്തുകൾ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പോ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ശഅബാൻ 15 രാവിലെ ഒരു നമസ്കാരത്തെ കുറിച്ച് സാധാരണ ഹദീസുകൾ ആൾക്കാർ പറയുന്നുണ്ട്. അതായത് ശഅബാൻ 15 രാവിലെ ഒരു നമസ്കാരം. ആ ഹദീസ് ഇങ്ങനെയാണ്: മൻ സ്വല്ല ലൈലത്തൻ നിസ്ഫി 100 റക്അത്തിൻ ബിഅൽഫിൻ ഖുൽ ഹുവല്ലാഹു അഹദ് ഖല്ലല്ലാഹു ലഹു കുല്ല ഹാജത്തിൻ ത്വലബഹാ തിൽക്കൽ ലൈല. എന്താ ഹദീസ്? ആ ശഅബാൻ 15 ആ പകുതിയിൽ നിങ്ങൾ 1000 റക്അത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് ഓതിക്കൊണ്ട് നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ വഖല്ലല്ലാഹു ലഹു കുല്ല ഹാജത്തിൻ ത്വലബഹാ തിൽക്കൽ ലൈൽ, അന്നത്തെ രാത്രി നിങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാ ആവശ്യങ്ങളും അല്ലാഹു വീട്ടിത്തരും, നിങ്ങളെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ചു തരും. ഈ ഹദീസ് ദുർബലമാണ്. ഇത് കെട്ടിയുണ്ടാക്കപ്പെട്ടതാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അക്കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വേറൊരു നിസ്കാരമുണ്ട്, സ്വലാത്തുൽ അൽഫിയ എന്ന പേരിലുള്ള നിസ്കാരം. 1000 റക്അത്തുള്ള നിസ്കാരം. ഈ നിസ്കാരം ഇതിനെ പേര് പറയാറുണ്ട്. അത് ഈ മാസങ്ങളിൽ കാണാറുണ്ട്, ബിദ്അത്താണ്. അതേപോലെ തന്നെ റജബ് മാസത്തിൽ കാണുന്നതാണ് സലാത്തുർ റഗായിബ്, ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയുള്ള നിസ്കാരം. ഈ 2 നിസ്കാരത്തെ പറ്റിയും ഇമാം നവവി റഹ്മത്തുള്ളാഹി പറഞ്ഞത് എന്താ അറിയോ? അസ്സലാത്തുൽ മഅറൂഫതു ബിസ്സലാത്തിർ റഗായിബ് വഹിയ 12 റക്അത്തൻ തുസല്ല ബൈനൽ മഗ്രിബി വൽ ഇശാഇ ലൈലത അവ്വൽ ജുമുഅത്തിൻ ഫീ റജബ്. റജബ് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച മഗ്രിബിനും ഇശാഇനും ഇടയ്ക്ക് 12 റക്അത്ത് നിസ്കരിക്കുന്ന ഒരു നിസ്കാരമുണ്ട്. അത് റഗായിബ് നിസ്കാരം എന്നുള്ള പേരിലാണ് ആളുകൾ പറയുന്നത്. പിന്നെയോ വസലാത്തുൽ ലൈലത്തിൻ നിസ്ഫി ശഅബാൻ 100 റക്അ. അതുപോലെ ശഅബാനിന്റെ പകുതിയിൽ 100 റക്അത്ത് നിസ്കരിക്കുന്ന നിസ്കാരത്തെ പറ്റിയും പറയാറുണ്ട്. ഇത് രണ്ടും പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന വഹാത്താനി അസ്വലാത്താനി, ഈ 2 നമസ്കാരവും, ഈ റഗായിബ് നമസ്കാരവും ഈ ശഅബാൻ 15 ഈ നമസ്കാരവും ബിദ്അത്താനി, അത് രണ്ടും ബിദ്അത്താകുന്നു. വമുൻകറാത്തി വഖബീഹത്താനി, അത് തിന്മയാണ്, അത് മ്ലേച്ഛമാണ്, അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അതിൽ ഓതുന്നത് സൂറത്തല്ലാത്തത് കൊണ്ടല്ല,
അതിൽ പറയുന്നത് ദിക്റല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ നമസ്കാരത്തെ കുറിച്ച് അബൂ ശാമ റഹ്മത്തുള്ളാഹി പറയുന്നു, നോക്കൂ നിങ്ങൾ, വസയ്യന ശൈത്വാനു ലഹും ജഅലഹാ മിൻ അജലി ശആഇരിൽ മുസ്ലിമീൻ. മുസ്ലിങ്ങളുടെ ശറയിൽപ്പെട്ടതാണ് ഈ നിസ്കാരങ്ങൾ എന്ന് പിശാച് അവർക്ക് ഭംഗിയാക്കി തോന്നിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരിക്കലും എന്തല്ല, അത് ഇസ്ലാമിലുള്ളതല്ല എന്ന് പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക എന്തൊക്കെയാണ് ഷഅബാനിൽ ഉള്ളത്, ഷഅബാനിൽ ഇല്ലാത്തത് ഏതാണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കുക. ഇങ്ങനത്തെ ഒരു നിസ്കാരം എന്തില്ല, ഇസ്ലാമിൽ ഇല്ല. അതിൽ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾ ദഈഫാണ്, മൗദൂആണ് എന്ന് മനസ്സിലാക്കണം. ഖുർആൻ അവതരിച്ചത് അനുഗ്രഹീത രാവിലാണെന്ന ഒരു ആയത്ത്, ആ ആയത്തിന് ചില ആൾക്കാർ ദുർവ്യാഖ്യാനിച്ചിട്ട് പറയുന്നത് ഷഅബാനിലാണ് ഖുർആൻ ഇറങ്ങിയത്. അതുവരെ പറയുന്നുണ്ട്. ഈ ബറാത്ത് ദിവസത്തിന് പിന്നെ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഖുർആൻ ഇറങ്ങിയത് വരെ ഷഅബാൻ. ഏതായത്ത്? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ. നിശ്ചയമായും അനുഗ്രഹീതമായ രാവിലാകുന്നു നാം അതിനെ ഇറക്കിയിരിക്കുന്നത്. ഇന്നാ കുന്നാ മുൻദിരീൻ, നാം നിശ്ചയമായും നാം മുന്നറിയിപ്പ് നൽകുന്നവനാകുന്നു എന്ന 44-ാം അധ്യായത്തിലെ 3-ാമത്തെ ആയത്താണ്. ഇത് വെച്ചിട്ട് പറയണത് ആ അനുഗ്രഹീതമായ രാവ് എന്ന് പറഞ്ഞാൽ ശഅബാൻ 15 ആലോചിച്ചു എത്ര കടന്ന വ്യാഖ്യാനാണത്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിലെ മറ്റു നിരവധി ആയത്തുകൾക്ക് എതിരാണ് പറയുന്നത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, നിശ്ചയമായും വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടിരിക്കുന്നത് ലൈലത്തുൽ ഖദ്റിന്റെ രാവിലാണ്. ലൈലത്തുൽ ഖദ്ർ ശഅബാനില്ല, ലൈലത്തുൽ ഖദ്റിന്റെ രാവിലാണെന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കൃത്യമായിട്ടില്ലേ? ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ആർക്കാ അതിന്റെ അർത്ഥം അറിയാത്തത്? റമളാൻ മാസത്തിലാകുന്നു ആ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് എന്ന് പച്ചക്ക് വിശുദ്ധ ഖുർആനിൽ ഉണ്ടായിരിക്കെ, ആ ലൈലത്തുൽ ഖദ്റിലാണെന്നുണ്ടായിരിക്കെ, ലൈലത്തുൽ ഖദ്ർ റമളാനിലാണെന്നുണ്ടായിരിക്കെ, ആളുകൾ ഇസ്ലാമിൽ ഇല്ലാത്തത് വെച്ച് കെട്ടുന്നതിന് വേണ്ടി ശഅബാൻ 15 രാവിലേക്ക് ഖുർആൻ വരെ ഇറക്കി എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യന്മാരുടെ ഹിദായത്ത് വഴികേടിലാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ചെയ്യുന്നത് പുണ്യപ്രവർത്തനമാണോ അതോ അവരോട് ചെയ്യുന്നത് അപരാധമാണോ എന്ന് കിതാബോധിയ മനുഷ്യന്മാർ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. സാധുക്കളാണ് ഇതൊക്കെ കേട്ട് വിശ്വസിച്ചിട്ട് ഇല്ലാത്ത നിസ്കാരവും ഇല്ലാത്ത നോമ്പും ഉള്ളത് ഇവർക്കൊണ്ട് അറിയില്ല. ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് യാതൊരു താല്പര്യം പലപ്പോഴും ഉണ്ടാകാറില്ല. അതുകൊണ്ട് പിശാചിനെ കരുതിയിരിക്കാം. എന്താ പിശാച് പറഞ്ഞത്? ഖാല റബ്ബി ബിമാ അഗ്വൈതനി, നീ എന്നെ വഴികേടിലാക്കിയത് കാരണത്താൽ അല്ലാഹുവോട് പറയാണ്, ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി, ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ഞാൻ ഭംഗിയാക്കി തോന്നിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് മഹാഭൂരിപക്ഷ ആൾക്കാരെ ഞാൻ എന്ത് ചെയ്യും? വഴികേടിലാക്കും എന്ന് ശൈത്താൻ പറഞ്ഞതായിട്ട് വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. അഥവാ അവന്റെ പണിയാണ് എന്ത്? ചെയ്യുന്നതിനൊക്കെ ന്യായം എങ്ങനെ ഉണ്ടായി? ഒരാൾ കണ്ണുടിക്കുക, അത് നല്ലതാകും, കുഴപ്പമില്ല നിങ്ങൾ തോന്നിപ്പിക്കും. വ്യഭിചരിക്കുക, അത് പ്രശ്നമില്ലാന്ന് തോന്നിപ്പിക്കും. ഒരു സ്ത്രീനെ ഇങ്ങനെ കട്ട് നോക്കിക്കൊണ്ടിരിക്കുക, കുഴപ്പമില്ലാന്ന് തോന്നിപ്പിക്കും. വാട്സപ്പിൽ ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അന്യ പുരുഷനോട്, ഒരു പ്രശ്നമില്ലാന്ന് തോന്നിപ്പിക്കും. എല്ലാ കാര്യവും ഒരു കുഴപ്പമില്ല. അതുപോലെ ഇതുപോലുള്ള വിദ്യാർത്ഥികൾ ഇങ്ങനെ ചെയ്യിപ്പിക്കുക, അത് പുണ്യാണെന്ന് തോന്നിപ്പിക്കും. അത് ശൈത്താൻ അങ്ങനെ ചെയ്തുകാണ്ട് മനുഷ്യന്മാരെ വഴികേടിലാക്കുന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശൈത്താന്റെ കെണിയിൽ ഒരിക്കലും നമ്മൾ പെടരുത്. ശഅബാനിൽ പറഞ്ഞ പുണ്യങ്ങൾ നമ്മൾ സ്വീകരിക്കുക, ഇല്ലാത്തതിൽ നമ്മൾ തള്ളിക്കളയുക. ഈ കാര്യം നമ്മുടെ സമൂഹത്തോട് ഓർമ്മിപ്പിക്കുക. അങ്ങനെ ഉള്ളത് സ്വീകരിക്കുകയും ഇല്ലാത്തത് ഒഴിവാക്കുകയും ചെയ്യുന്ന യഥാർത്ഥ മുത്തഖികളിൽ മുഅ്മിനുകളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുക. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനിയായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇത് നമ്മുടെ സ്കൂളിലും കോളേജിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കിടയിൽ ഒരു തിയറിയുണ്ട്. നമ്മുടെ പള്ളിയിലും +1, +2 അതേപോലെ തന്നെ ഹൈസ്കൂൾ പ്രായത്തിലുള്ള കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ധാരാളമായിട്ട് വന്നിട്ടുണ്ടാവുക. ഞാൻ അവരോടുകൂടിയാണ് പറയുന്നത്. അവർക്കിടയിലുള്ള ഒരു തിയറി എന്താണെന്ന് ചോദിച്ചാൽ, ഒരാണും പെണ്ണും, അന്യപുരുഷനും അന്യ സ്ത്രീയും, ഒരാൺകുട്ടി ഒരു പെൺകുട്ടി ഒന്നിച്ച് തോളിൽ പിടിച്ച് നടന്നു പോകുന്ന ഒരു കാഴ്ച കണ്ടാൽ, അപ്പൊ അങ്ങനത്തെ കാഴ്ചകൾ വളരെ നിരവധിയാണ്. ബൈക്കിൽ ഒന്നിച്ചു പോകുന്നു 2-3 കുട്ടികൾ, ആണ ഏതാ പെണ്ണേതാന്ന് തന്നെ അറിയില്ല, കാരണം എല്ലാതും ഒരു വേഷമാണല്ലോ. ആ രീതിയിൽ പോകുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഒരു മഴ പെയ്താൽ ഒരു കൊടയില് അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് നിന്ന് ചാരി തോള് പിടിച്ചു പോകുന്നത് കാണാം. ആ യൂറോപ്പൊന്നും പോണ്ട, നമ്മളെ ഈ അങ്ങാടിയിൽ നോക്കിയാൽ. അപ്പൊ അത് നമ്മൾ ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട്, മോളെ ഇത് ചെയ്യാൻ പാടുണ്ടോ,
ഈ അവന്റെ കൂടെ നടക്കാൻ പാടില്ല, ഇയാൾ തോള് പിടിക്കാൻ പാടുള്ളൂ, അതെന്റെ ആരാ എന്ന് ചോദിച്ചാൽ അവർ തിരിഞ്ഞു നിന്ന് കണ്ട് പറയണ വളരെ രണ്ടാളും ഒപ്പം പറയേണ്ട ഒരു സംഗതി ഉണ്ടല്ലേ, അത് നിങ്ങളെ കണ്ണിനാണ് കുഴപ്പം. ഞങ്ങൾ നിങ്ങളാ വിചാരിച്ച മാതിരിയുള്ള ബന്ധമൊന്നുമില്ല. നിങ്ങൾ ഫ്രണ്ട്സാണ്, ഞങ്ങൾ ബോയ് ഫ്രണ്ട്സാണ്, ഗേൾ ഫ്രണ്ട്സാണ്, ആൺ സുഹൃത്താണ്, പെൺ സുഹൃത്താണ്. കാമുകന്മാരെന്ന് പോലും ഉപയോഗിക്കൂല. എന്താ ഉപയോഗിക്കുക? ആൺ സുഹൃത്തും പെൺ സുഹൃത്തും. സുഹൃത്തുക്കളാണ്. നിങ്ങൾ സുഹൃത്തുക്കളായി നടക്കുന്നതിന് എന്താ കുഴപ്പം? നിങ്ങൾ ഈ ആളുകൾ, പ്രത്യേകിച്ച് ഇപ്പൊ ഈ താടിക്ക് വെച്ച മൗലവിമാരൊക്കെ ഉണ്ടല്ലോ, അവരെന്ത് കണ്ടാലും ഇങ്ങനെ നോക്കുള്ളൂ, ഇങ്ങനെ ന്യായീകരിക്കുള്ളൂ, ഇങ്ങനെ വ്യാഖ്യാനിക്കും. ഇപ്പൊ കുറ്റക്കാരായി? ഇപ്പൊ കണ്ടോനും പറഞ്ഞോനും ഇല്ലേ കുറ്റക്കാർ? ഈ ചെയ്യുന്നവർക്കൊരു കുഴപ്പമില്ല. എന്നിട്ട് അവരാതും പറഞ്ഞുകൊണ്ട് തോളി പിടിച്ച് പിന്നെയും പോകും. ഇതൊന്നൊരു സർവ്വസാധാരണമായ ഒരു സംഗതിയായി മാറിയിട്ടുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇത് നിങ്ങൾ ന്യായീകരിക്കുകയാണെങ്കിൽ എഴുതി വെച്ചോ, ഒരു സ്ത്രീയും പുരുഷനും, പ്രത്യേകിച്ച് ഈ പ്രായത്തിലുള്ള കുട്ടികൾ, കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ എന്ത് ഫ്രണ്ട്സാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അത് വൈകാരികമാകും, അത് ലൈംഗികമായ ചേഷ്ടകളിലേക്ക് എത്തും, സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കും. അങ്ങനെ നിങ്ങൾക്കൊരു ആണും പെണ്ണും തൊട്ടുരുമി നടന്നിട്ട് ഒന്നും തോന്നണില്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്താ അറിയോ, നിങ്ങൾക്ക് എന്തോ ഒരു അസുഖമുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കൊരു വികാര പ്രകടനമില്ല, ഒരു സംഗതി, പിന്നെ കല്യാണം കഴിച്ചാലും ശരിയാവില്ല. അങ്ങനെയാണ് അങ്ങനത്തെ ആൾക്കാർ. ഒരാണും പെണ്ണും ഒന്നിച്ചായാൽ, ഒറ്റക്കായി കഴിഞ്ഞാൽ വൈകാരികമായ സംഗതികൾ അവർക്ക് ഉണ്ടാവും. അത് മനുഷ്യനാണെങ്കിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് അത് വിവാഹം കഴിക്കണം എന്ന് പറയുന്നത്. അതുള്ളതുകൊണ്ട് ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹം കഴിക്കണം എന്ന് കൽപ്പിക്കാൻ കാരണം അതാണ്. ഇനി അതിന് നിങ്ങൾക്ക് കഴിയാത്ത അവസ്ഥയാണെങ്കിൽ നോമ്പ് നോൽക്കണം എന്ന് പറയാൻ കാരണം എന്താ? മനുഷ്യന്മാർക്ക് വികാരം ഉണ്ടാവും. അത് പിടിച്ചു നിർത്തണമെങ്കിൽ ഒന്നുകിൽ വിവാഹം കഴിക്കണം, അത് ലീഗലായിട്ട് എന്ത് ചെയ്യണം, ആ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ നോമ്പ് നോൽക്കണം എന്നാണ്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പോഴും കളിയാക്കും, ഞങ്ങൾക്ക് അങ്ങനെ എന്തൊക്കെ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് ഞങ്ങൾക്ക് ഉണ്ട്. എന്താ അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഒന്നല്ല രണ്ടല്ല, ഓരോ ദിവസവും എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ നമ്മളെ തൊട്ട് അടുത്ത പ്രദേശമാണല്ലോ തൊടിയപ്പുരം എന്നുള്ള പ്രദേശം. അതിന് വാർത്ത കേട്ടങ്ങൾ എന്താ വാർത്ത? അതായത് +1 പഠിക്കുന്ന കുട്ടി, ആൺകുട്ടി, 9ാം ക്ലാസ്, അതേ സ്കൂൾ 9ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി. ആ പെൺകുട്ടിനെ ഒരു ദിവസം കാണാനില്ല. വീട്ടുകാർ അന്വേഷിച്ചു, രാത്രിയായി, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പിന്നെ ചോദിച്ചു നോക്കുമ്പോ എന്താ, തൊടിയപ്പുരത്ത് ആരുമില്ലാത്ത ആ റെയിൽവേ ക്രോസിന്റെ അടുത്ത്, ഞാൻ പുറത്തവിടെ പോയിരുന്നു ഒരു പ്രോഗ്രാമിന് വേണ്ടി, ആൾക്കാർ ആ സ്ഥലം എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു. അതിന്റെ അടുത്ത് ആ കുറ്റിക്കാട്ടിൽ ഈ കുട്ടി മരിച്ചു കിടക്കുകയാണ്. സ്വാഭാവിക മരണമല്ല, കൈ രണ്ടും കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. ക്രൂരമായി ഈ കുട്ടിയെ ഇവൻ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കഴുത്ത് ഞെരിച്ച് കൊന്നിരിക്കുകയാണ്. അപ്പൊ ആ കുട്ടിയെ പിടിച്ചു. രണ്ടും 18 വയസ്സിന് താഴെ. ഞങ്ങൾ ലിവിങ് ടുഗദറാണ്, ഇതാ അതിന് വാക്ക്. ഒരു പ്രത്യേക, ഞങ്ങൾ ഉഭയകക്ഷി സമ്മതമാണ്, കൺസെന്റ് ഉണ്ടെങ്കിൽ എന്തുമാകാം. ഇതാണ് വേറെ ന്യായീകരണം. ഞാൻ എന്റെ പൊന്നു മക്കളോടാണ് പറയുന്നത്. അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞതാണ്, അള്ളാന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, എന്ത്? ആണും പെണ്ണും പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ആ ബൈനറികൾ നിങ്ങൾ പൊട്ടിച്ചാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ രക്ഷിതാക്കളുടെ മുമ്പിൽ നിങ്ങൾക്ക് ന്യായം പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റും. അധ്യാപകരുടെ മുമ്പിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങൾ തന്നെ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. ഇത് പെൺകുട്ടികൾ കേൾക്കുന്നുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പെൺകുട്ടികൾ ശ്രദ്ധിക്കുക, നിങ്ങളാണ് ഇതിന്റെ ഏറ്റവും വലിയ പരിക്ക് അനുഭവിക്കുക. ആൺകുട്ടികളെക്കാൾ വലിയ പരിക്ക് പെൺകുട്ടികളാണ് അനുഭവിക്കുക. ഇസ്ലാം പറഞ്ഞോടത്താണ് നിൽക്കുകയാണെങ്കിൽ എന്ത് സുഖമുണ്ട്. റസൂലുള്ളാഹി വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഒന്ന്, നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടികളെ താഴ്ത്തണം. അനാവശ്യമായ ഒരു പെണ്ണിനെയും ആണിനും നോക്കാൻ പാടില്ല. അതിന്റെ അർത്ഥം എന്താ? ഒരു ആവശ്യത്തിന് നോക്കാനും പറയാനും പാടില്ല എന്നല്ല. ഒരു നോട്ടം നിങ്ങൾക്കാകാം, അതിന്റെ അർത്ഥം എന്താ? ആവശ്യത്തിന് നോക്കാം. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ നോട്ടം എന്തില്ല, അത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പാടില്ല. വായിൽ നോക്കിയാൽ സ്കൂളും കോളേജും വിട്ടാലും എന്താ ബസ് കയറി പോകാത്ത കുട്ടികൾ? ബസ്, നാട്ടിലുള്ള ബസ് കിട്ടായിട്ടല്ല, അവിടെ നിൽക്കുകയാണ്. ഈ നോക്കാനായിട്ട് നിൽക്കുകയാണ്. അത് പാടില്ല എന്നാണ് പറയുന്നത്. പിന്നെ പറഞ്ഞാൽ എന്താ? ആണും പെണ്ണും ഒറ്റപ്പെടാൻ പാടില്ല. ഒരു മഹറമിന്റെ കൂടെയല്ലാതെ ഒരാണും പെണ്ണും അന്യപുരുഷനും അന്യ സ്ത്രീയും ഒറ്റക്കാകാൻ പാടില്ല. ആ ഒറ്റപ്പെടൽ ഇപ്പൊ നോക്കി, നിങ്ങൾ ഏത് സ്കൂളിന്റെയും കോളേജിന്റെ അടുത്ത് നോക്കിയാൽ അവിടെയൊക്കെ ചില കാടുകൾ ഉണ്ടാവും, ഒഴിഞ്ഞ കെട്ടിടങ്ങൾ ഉണ്ടാവും. അവിടെയൊക്കെ ആ കോണിപ്പടികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇരിക്കുക, ഈ കുട്ടികൾ ഇരിക്കുക, ക്ലാസ് കട്ട് ചെയ്തിട്ട് അവിടെ വന്നിരിക്കുക. നമ്മുടെ ദൃശ്യങ്ങൾ എത്ര കാണുന്നുണ്ട് നമ്മൾ.
ആരെങ്കിലും കണ്ട അവർക്ക് എന്തെങ്കിലും ഉണ്ടോ? ഒരു പ്രശ്നവും തോന്നുന്നില്ല. ഞാൻ പറയുന്നത് അങ്ങനെ തോന്നാത്ത ആളുകൾക്ക്, അങ്ങനെ വിശ്വാസമില്ലാത്ത ആൾക്കാർ, അവരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. നല്ല ഒന്നാം തരം വീടുകളിൽ നിന്ന്, ഇസ്ലാമിക വീടുകളിൽ നിന്ന് പോകുന്ന മുസ്ലിമായ വാപ്പാക്കും ഉമ്മാക്കും ജനിച്ച മക്കളോടാണ് ഞാൻ പറയുന്നത്. എന്ത് ന്യായമുണ്ട് ഇതിന്? അന്യ സ്ത്രീയുടെ തോളിൽ പിടിച്ച്, അന്യ പുരുഷന്റെ തോളിൽ പിടിച്ച് അങ്ങാടിയിലൂടെ കറങ്ങാൻ ഒരു മുസ്ലിമിന് എന്ത് ന്യായമുണ്ട്? റീൽസിൽ കാണുന്നതാണോ ലോകം എന്ന് പറയുന്നത്? അതൊന്നും ഒരു വിശ്വാസിക്ക് കരണീയമല്ല എന്ന് മനസ്സിലാക്കണം. മൂന്നാമത്തത് എന്താ? കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കാൻ പാടില്ല. ഫലാ തഖ്ളഇന ബിൽ ഖൗലി ഫയത്ബഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുൽന ഖൗലൻ മഅറൂഫാ. വിശുദ്ധ ഖുർആൻ പറയാണ്, നിങ്ങൾ ഒരിക്കലും കൊഞ്ചിക്കൊഴിഞ്ഞുകൊണ്ട് നിങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ പുരുഷന്മാരോട് ഒരു സ്ത്രീ കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിച്ചാൽ ഫയത്ബഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ, ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ അതാ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതാണ് സ്ത്രീ ഇങ്ങനെ സംഭവിക്കുന്നത്. എന്താ കൊലപാതകത്തേക്ക് നയിക്കാൻ കാരണം? അവർ രണ്ടുപേരും പ്രണയത്തിലായിരുന്നു എന്നാ പറയുന്നത്. അങ്ങനെ അങ്ങനെ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി ഇവന്റെ കൂടെ നേരത്തെ പോണെങ്കിൽ നല്ല വിശ്വാസമാണ്. ആ വിശ്വാസം ആർജിച്ച ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഈ കൊഞ്ചിക്കുഴക്കലും നടക്കലൊക്കെ കഴിഞ്ഞിട്ട് അവസാനത്തേക്ക് എത്തുകയാണ്. അതിലേക്ക് എത്തുമ്പോഴാണ് പല പെൺകുട്ടികളും ഇവൻ ഇതിനു വേണ്ടിയാണ് എന്നെ ഉപയോഗിച്ചതെന്ന് അപ്പളാ മനസ്സിലാക്കുന്നത്. അപ്പൊ അവള് പ്രതികരിക്കുമ്പോ ഇവന് പിടുത്തം വിടും. അത് സ്വാഭാവികമാണ്. പിന്നെ അവനെ നയിക്കുന്നത് ശൈത്താനാണ്. ശൈത്താന്റെ പ്രത്യേകത എന്താണ്? ഖുർആൻ പറഞ്ഞതാ, നിങ്ങൾ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് മാറി സഞ്ചരിച്ചാൽ പിന്നെ നിങ്ങൾക്കൊരു ശൈത്താനെ ഞാൻ വെച്ചു തരും. പിന്നെ ആ ശൈത്താനാണ് നിങ്ങളെ ഉറ്റമിത്രമാവുക. പിന്നെ ആ കൊല്ലിപ്പിക്കുന്നതൊക്കെ എന്താണ്? പൈശാചികമായ ദുർബോധനങ്ങളാണ്. അപ്പൊ അയക്കാ കെണിക്ക് നമ്മൾ നിന്ന് കൊടുത്താൽ പിന്നെ നമുക്ക് പിടുത്തം കിട്ടൂല. ഇത് ഒരൊക്കെ സംഭവമാണോ കേരളത്തിൽ നടന്നത്? കഴുത്തറുത്ത് കൊന്ന സംഭവം കോട്ടയത്തുണ്ടായിട്ടില്ലേ? പെട്രോൾ ഒഴിച്ച് കത്തിച്ച സംഭവം പിന്നെ കൊല്ലത്തുണ്ടായിട്ടില്ലേ? അരയിൽ ബോംബ് വെച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച് പൊട്ടിത്തെറിച്ചത് വയനാട്ടിൽ ഉണ്ടായിട്ടില്ലേ? ഞാൻ അങ്ങനെ നിന്ന് പറയണെങ്കിൽ എത്ര പറയാൻ പറ്റും? ഇല്ല, നിങ്ങൾ ബാക്കി പഴയ പത്രങ്ങൾ എടുത്തു നോക്കി. ഞാൻ എന്റെ മക്കളോടാണ് പറയുന്നത്, നിങ്ങൾ ന്യായം പറയരുത്. ന്യായം പറഞ്ഞുകൊണ്ട് ഈ ന്യായം പറഞ്ഞുകൊണ്ട് ആ തോള് പിടിച്ച് നടക്കരുത്. അത് നമുക്ക് വലിയ കെണികളാണ് ഒരുക്കുക. പിന്നെ എത്ര വലിയ ആൾക്കാരാണെങ്കിൽ സ്പർശിക്കാൻ പാടില്ല, തൊടാൻ പാടില്ല. ഇസ്ലാമിന്റെ തത്വമാണ്. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ഒരാണും പെണ്ണും തമ്മിൽ തൊടുക എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഒരു ഇരുമ്പിന്റെ ആണി നിങ്ങളെ നെറ്റിയിലേക്ക് അടിച്ചു കയറ്റുന്നതാണ് അതിലേറെ നല്ലത്. അപ്പൊ അതിന്റെ ഗൗരവം എത്ര? റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? ഇന്നി, നിശ്ചയമായി ഞാന് ലാ ഉസാഫിഹു അന്നിസാ, സ്ത്രീകൾക്കൊരിക്കലും ഹസ്തദാനം ചെയ്യുകയില്ല. ഇന്ന് ഹസ്തദാനം വ്യാപകമാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ക്ലാസ്സിക്ക് ചെല്ലുമ്പോൾ ഷെയ്ക്കൻഡ് കൊടുക്കുകയാണ്. അത് വലിയ രീതിയിൽ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെന്താ കുഴപ്പം? ഞാൻ പറഞ്ഞു, ഇപ്പൊ സ്കൂളിന്റെ ഒക്കെ ചുമരിൽ ഒട്ടിച്ചിട്ടില്ലേ ബാഡ് ടച്ചും ഗുഡ് ടച്ചും? ഇതന്നെ ഇത് പറഞ്ഞു. ഓക്കെ, ബാഡ് ടച്ചും ഗുഡ് ടച്ചും എന്ന് പറഞ്ഞില്ലേ? അതിൽ ഗുഡ് ടച്ച് എന്ന് പറഞ്ഞാൽ ഇസ്ലാം പറയണത് എന്താ അറിയോ? അത് കല്യാണം കഴിച്ചാലേ പറ്റുള്ളൂ. അതിന്റെ മുമ്പ് ഒരു ഗുഡ് ടച്ച് ഉണ്ടാക്കി വെച്ചാൽ അത് ഗുഡ് ടച്ചിൽ നിൽക്കൂല. അത് ആണും പെണ്ണും ഒരു പ്രായപൂർത്തിയാകുന്ന ആ ആളുകളാവുമ്പോ അത് ബാഡ് ടച്ചിക്കേ പോവുള്ളൂ. അവസാനം അത് ഈ അന്ത്യത്തിലേക്ക് കലാശിക്കുള്ളൂ. അതുകൊണ്ടേ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മളെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ നന്നായി. അതുകൊണ്ട് രക്ഷിതാക്കളോട് ഞാൻ പറയാണ്, കുട്ടികളെ കയറൂരി വിടുന്ന സ്വഭാവം, എവിടേക്കാ പോണേ എവിടുന്ന വരുന്നു നമുക്ക് നല്ലോണം ആലോചിച്ചു. അല്ലെങ്കിൽ പരിക്ക് മൗലവിമാർക്കല്ല, പള്ളി മെമ്പറുകൾക്കല്ല, ഇവിടെ ഏതെങ്കിലും മതസംഘടനകൾക്കല്ല. അങ്ങനെ ചില ആൾക്കാരെ ധാരണ. ഇതൊക്കെ പറയുമ്പോൾ കമന്റ് ബോക്സിൽ പറയും, ചീത്ത അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. നിങ്ങളെ സ്വർഗം, നിങ്ങളെ നരകം, ആ പറയുന്നവർക്കൊക്കെ പറയാം. പക്ഷെ അവസാനം നമ്മളും നമ്മളെ കുടുംബം അനുഭവിക്കേണ്ടതുള്ളൂ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തിൽ കാത്തിരക്ഷിക്കുമാറാകട്ടെ. സൽബുദ്ധി നമുക്കും നമ്മുടെ മക്കൾക്കും അള്ളാഹു തോന്നിപ്പിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് എല്ലാ തിന്മകളും മായ്ക്കപ്പെട്ട് സ്വർഗത്തിൽ പോകുന്ന യഥാർത്ഥ മുത്തഖികളിൽ മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു അവരുടെ രോഗം സമ്പൂർണമായി ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أجرنا من النار، اللهم أجرنا من النار،
اللهم اعتنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين يا أرحم